ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ 4 സ്റ്റെപ്പ് ഗ്ലോ, അതായത് നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് റേഡിയൻ്റ് ആൻഡ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വെറും 4 സ്റ്റെപ്പ് മാത്രം മതി. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ്റെ നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നത്, അതായത് CMS സ്കിൻ കെയർ എന്നാണ് കേട്ടോ. അപ്പോൾ ടേം കേൾക്കുമ്പോൾ നിങ്ങൾ ഇതെന്താ CMS എന്നൊക്കെ ഒന്ന് വിചാരിക്കേണ്ട, വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അതായത് C4 വാട്ട് എന്ന് നോക്കുകയാണെങ്കിൽ ക്ലെൻസ് ചെയ്യുക, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മോർണിംഗ് റുട്ടീനിലും നമ്മൾ നൈറ്റ് റുട്ടീനിലും, അതായത് AM ആൻഡ് PM റുട്ടീനിലും നമ്മൾ നന്നായിട്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്തിരിക്കണം. ജസ്റ്റ് നോർമൽ സോപ്പൊന്നും വെച്ചിട്ടൊന്നും അല്ല നമ്മൾ വാഷ് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പ് ആൻഡ് സ്കിൻ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ക്ലെൻസർ ഓർ ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ജെൻറ്റിൽ ക്ലെൻസർ എന്ന് വെച്ചാൽ അതായത് വളരെ എന്താ പറയുക, മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസർ, അതായത് ഓയിലി സ്കിന്നുകാർക്ക്, ആക്നെ പ്രോൺ അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കൊക്കെ ജെൻറ്റിൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ആണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈയിടയ്ക്ക് എൻ്റെ അടുത്ത് ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു, ജെൻറ്റിൽ ക്ലെൻസേഴ്സും എനിക്ക് തോന്നുന്നു ഫോമിങ് ഫേസ് വാഷോ ഫോമിങ് ക്ലെൻസേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. അത് ഞാൻ എന്താണെങ്കിലും നെക്സ്റ്റ് ഒരു വീഡിയോ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ എന്ന നിലയ്ക്കാണ് ജെൻറ്റിൽ ക്ലെൻസർ എന്താണെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഒരു CMS റുട്ടീൻ ചെയ്യുമ്പം നമ്മുടെ ഏജിങ് നമുക്ക് നല്ല രീതിക്ക്, അതായത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഏജിങ് എന്ന് പറയുന്നത് നോർമലി ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ കൂടുമ്പോഴാണ് പ്രീമച്വർ ഏജിങ് നമ്മുടെ സ്കിന്നിൽ നമുക്ക് ഫീൽ ആകുന്നത്. അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഓപ്പൺ പോഴ്സ്, ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ പിമ്പിൾസ്, പിന്നെ ആക്നീസ്, ഇതൊക്കെ നമ്മുടെ സ്കിന്നിന്, അതായത് നിറം കെടുത്തുന്ന കുറച്ച് കാര്യങ്ങളാണല്ലോ. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് റെഡ്യൂസ് ചെയ്ത് പ്രിവെൻറ്റ് ചെയ്ത് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനും യൂത്ത്ഫുൾ ആയിട്ടുള്ള ഗ്ലോ പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുമ്പം എപ്പോഴും നമ്മൾ 2 ടൈംസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നമ്മൾ 2 പ്രാവശ്യത്തിൽ കൂടുതൽ നമ്മുടെ ഫേസ് വാഷ് ചെയ്യുന്നത് നല്ലതല്ല കേട്ടോ. അപ്പോൾ അവനവൻ്റെ സ്കിൻ ടൈപ്പ് ആൻഡ് സ്കിൻ കണ്ടീഷൻ, ഇനിയിപ്പോൾ ആക്നീസ് അല്ലെങ്കിൽ പിമ്പിൾസ് ഒക്കെയാണ് നിങ്ങളുടെ പ്രോബ്ലം എങ്കിൽ നിങ്ങൾ സാലിസിലിക് ആസിഡ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫേസ് വാഷസ് അല്ലെങ്കിൽ ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ വാങ്ങാൻ പറ്റുന്ന ക്ലെൻസേഴ്സൊക്കെ ഞാനിവിടെ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ നല്ല ക്ലെൻസേഴ്സ് ഏതൊക്കെയാണെന്ന് അഫോർഡബിൾ പ്രൈസിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒരു 4 പറയാം. സെറ്റഫിൽ നല്ലതാണ്, പിന്നെ വന്നിട്ടുള്ളത് സെറാവെ നല്ലതാണ്. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സിമ്പിൾ നല്ലതാണ്. അതോടൊപ്പം തന്നെ അടുത്തത് പെട്ടെന്ന് കിട്ടുന്നില്ല. അടുത്തൊരു ക്ലെൻസർ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി വൈസിൻ്റെ ക്ലെൻസേഴ്സ് നല്ലതാണ് കേട്ടോ. പിന്നെ ഡെർമാക്കോ നല്ലതാണ്. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ CSMS എന്നാണല്ലോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് S വരുമ്പം S4 വാട്ട് എന്ന് നോക്കുകയാണെങ്കിൽ സിറം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ സിറം എന്ന് പറയുന്നത്. അപ്പോൾ സിറം നോർമലി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സിറത്തിൻ്റെ കേസിൽ നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻ ആൻഡ് അതോടൊപ്പം തന്നെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം നമ്മൾ സിറംസ് യൂസ് ചെയ്യാൻ. സിറത്തിലും പലതരം ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്, നിയാസിനമൈഡ്, ഹൈലറോണിക് ആസിഡ്, അങ്ങനെ പലതരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള സിറംസ് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ആക്നീസ് അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ടൊക്കെ പോകണം, അണീവൻ ആയിട്ടുള്ള സ്കിൻ ടോണൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ പിഗ്മെൻറ്റേഷനൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എപ്പോഴും വൈറ്റമിൻ C ഇൻക്ലൂഡ് ആയിട്ടുള്ള സിറംസ് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വൈറ്റമിൻ C എന്ന് പറയുന്നത് ആ ഒരു ഡാർക്ക്നെസ്സും ഡൾനെസ്സൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുമ്പോഴും ഡൾനെസ് ഒക്കെ റിഡ്യൂസ് ചെയ്യുന്ന ക്ലെൻസേഴ്സ് ഉണ്ട്. പിന്നെ ഓവറായിട്ട് നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കാത്ത ക്ലെൻസേഴ്സൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സിറംസ് ആണെങ്കിലും ക്ലെൻസേഴ്സ് ആണെങ്കിലും ആൽക്കഹോൾ കണ്ടൻറ്റ് ഇല്ലാത്ത പ്രൊഡക്ട്സ് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഓവറായിട്ട് ഡ്രൈ ആക്കും. ഓവർ ഡ്രൈ ആക്കിയാൽ ഈ ഒരു ഫൈൻ ലൈൻസും റിങ്കിൾസൊക്കെ ഭയങ്കര കൂളായിട്ട് വരും കേട്ടോ. അതിനെതിരായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നും തന്നെ ആൽക്കഹോൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള സിറംസോർ അല്ലെങ്കിൽ പ്രൊഡക്ട്സിൽ ഇല്ല കേട്ടോ. അപ്പോൾ ആൽക്കഹോൾ ഫ്രീ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ട് മാത്രം നമ്മൾ എപ്പോഴും പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഫൈൻ ലൈൻസും റിങ്കിൾസും ഡൾ ടയേർഡ്, അതായത് ടയേർഡ് ആയിട്ടുള്ള സ്കിന്ന്, അതായത് ലുക്കിംഗ് സ്കിൻ എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ, അതൊക്കെ മാറ്റി ഹെൽത്തി ആക്കാൻ പറ്റുന്ന സിറംസ് ഒക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുമ്പോൾ ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ ആൻഡ് മോയ്സ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സ് മാത്രം ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ഒരു കാര്യം പറയുകയാണെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പം ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് ഡ്രൈ, നോർമൽ അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ളവർക്കും യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ മറ്റ് ഇൻഗ്രീഡിയൻസ് ഉള്ളതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് ഹൈഡ്രേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. മോയ്സ്ചറൊക്കെ ലോക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഹൈലറോണിക് ആസിഡിന് ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, പ്രീമച്വർ ഏജിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്തിട്ട് എപ്പോഴും നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് പ്ലംപി ആൻഡ് എന്താ പറയുക, നല്ല യൂത്ത്ഫുൾ ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുമ്പം അവനവൻ്റെ സ്കിൻ ടൈപ്പ് ആൻഡ് സ്കിൻ കണ്ടീഷൻ അനുസരിച്ചിട്ട് മാത്രം മോയ്സ്ചറൈസേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുക. അതിലെനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കിൻ നോർമൽ ആൻഡ് ഡ്രൈ സ്കിൻ ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി, അതായത് ക്രീം ബേസ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആയിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ഓയിലി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജെൽ ബേസ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആണ് നല്ലത് കേട്ടോ. അതേപോലെ തന്നെ ഓയിലിക്കാർ ഈ ഒരു ക്രീം ടൈപ്പ് വാങ്ങിച്ച് യൂസ് ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര മെഴുമെഴാൻ നിൽക്കും. അതായത് നമ്മുടെ പോഴ്സ് ഒക്കെ ക്ലോഗ്ഡ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ മോയ്സ്ചറൈസർ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിൽ വാങ്ങാൻ പറ്റുന്ന നല്ല മോയ്സ്ചറൈസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ പിലിഗ്രിം കുഴപ്പമില്ല, ന്യൂട്രോജീനയുടെ ഹൈഡ്രാ ബൂസ്റ്റ് ജെല്ല് നല്ലതാണ്. അടുത്ത് നോക്കുകയാണെങ്കിൽ പ്ലം വലിയ കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ മാമാർത്ത് വലിയ പ്രശ്നമില്ല. ഇപ്പോൾ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞൊരു മോയ്സ്ചറൈസർ ഉണ്ട്, 48 hours വരെ ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഒരു പിങ്കിഷ് ഗ്ലോ ഒക്കെ തരും. അതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബീട്രൂട്ട് ആയതുകൊണ്ടിട്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ന്യൂട്രിഡേം നല്ലതാണ് കേട്ടോ, പക്ഷേ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്, പക്ഷേ എങ്കിലും നല്ല സംഭവമാണ്. ഇനി അടുത്തത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അതായത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും എത്രയൊക്കെ നമ്മൾ ബെനഫിഷ്യൽ ആയിട്ടുള്ള തിങ്സ് ഒക്കെ ഇതിന് മുന്നേ യൂസ് ചെയ്താലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് സൺസ്ക്രീൻ. അപ്പോൾ സൺസ്ക്രീൻ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ അണീവൺ ആയിട്ടുള്ള സ്കിൻ ടോൺ, മെലസ്മ, പിഗ്മെൻറ്റേഷൻ, പിന്നെ UV റേസ് ഒക്കെ കൊണ്ടുണ്ടാകുന്ന പലതരത്തിലുള്ള ഹാം ആയിട്ടുള്ള എഫക്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ കണ്ടീഷൻ ആൻഡ് സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ സൺസ്ക്രീൻ എത്ര നേരം കഴിയുമ്പോൾ റീടച്ച് ചെയ്ത് കൊടുക്കണം, റീഅപ്ലൈ ചെയ്യണം നോക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 2 അല്ലെങ്കിൽ 3 hours. ചില സൺസ്ക്രീൻസ് ഒക്കെ നമുക്കറിയാം ഇപ്പോൾ 8 hours എന്നൊക്കെ പറയുന്നുണ്ട്, എങ്കിലും നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒന്ന് റീഅപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ സൺസ്ക്രീൻ നമ്മൾ ചൂസ് ചെയ്യുമ്പം SPF ഫാക്ടർ നമ്മൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ SPF 50+ ഒക്കെ ഉള്ള സൺസ്ക്രീൻസ് ആണ് എപ്പോഴും നല്ലത്. പിന്നെ PAയുടെ ഫാക്ടർ നോക്കുകയാണെങ്കിൽ PA BBB+ ഒന്നും കുഴപ്പമില്ല കേട്ടോ, BB+ എങ്കിലും ഉണ്ടാവണം. ഒറ്റ പ്ലസ്സിലൊന്നും നമുക്ക് കാര്യമായ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യില്ല. ഇപ്പോൾ BBB+ ഒക്കെ അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ PAയുടെ കാര്യം അങ്ങനെ ശ്രദ്ധിക്കുക. ആകെ പല തൊണ്ടയും തോലെ ഇപ്പോൾ, സോറി കേട്ടോ. അപ്പോൾ PAയുടെ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ UV റേസ് ആൻഡ് UVB റേസിൽ നിന്നൊക്കെ UV ആൻഡ് UVB റേസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. പിന്നെ ബ്രോഡ് സ്പെക്ട്രം ഇൻക്ലൂഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. പിന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത, ഗ്രീസി, ഓയിലി ഫീൽ ഒന്നും ഇല്ലാത്ത സൺസ്ക്രീൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾ ജെൽ ബേസ് ആയിട്ടുള്ള സൺസ്ക്രീൻസ്, വാട്ടർ ലൈറ്റ് ആയിട്ടുള്ള ടെക്സ്ചറുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ സൺസ്ക്രീനിൽ ഹൈലറോണിക് ആസിഡ് ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് ഹൈഡ്രേഷൻ, ആ ഒരു മോയ്സ്ചർ ലോക്കൊക്കെ നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ നിയാസിനമൈഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ഒക്കെ ആണെങ്കിൽ നല്ലൊരു ബ്രൈറ്റ്നസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഈവൻ ടോൺ ഒക്കെ തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമുക്കറിയാം വൈറ്റമിൻ സി, നിയാസിനമൈഡ് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ ഒരു ബ്രൈറ്റനിങ്ങും ഈവൻ ടോണൊക്കെ തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള സൺസ്ക്രീൻസ് ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് ആൻഡ് സ്കിൻ കൺസേൺ അനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ CSMS റുട്ടീൻ എന്ന് പറയുന്നത്. ക്ലെൻസ് ചെയ്യുക, ആഫ്റ്റർ ദാറ്റ് സെറം, അതിനുശേഷം സെറം തന്നെയാണ്, ക്ലെൻസ്, സെറം, പിന്നെ വന്നിട്ടുള്ള മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു 4 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ നൈറ്റ് ടൈമിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇതിൽ നമുക്ക് ക്ലെൻസ് വേണം, സിറം വേണം, അതോടൊപ്പം തന്നെ മോയ്സ്ചറൈസർ വേണം, മോയ്സ്ചറൈസർ അല്ലെങ്കിൽ നൈറ്റ് ക്രീം. അതോടൊപ്പം തന്നെ സൺസ്ക്രീൻ്റെ ആവശ്യമില്ല കേട്ടോ, അത് മാത്രം നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ നൈറ്റ് ടൈമിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ രാവിലെ ഇട്ട സൺസ്ക്രീൻസ് ഒക്കെ നല്ല രീതിക്ക് ഡബിൾ ക്ലെൻസിങ് ഒക്കെ ചെയ്ത് കളയാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പോഴ്സ് ഒക്കെ ക്ലോഗ്ഡ് ആയിട്ട് ആകെപ്പാടെ പണി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, 4 സ്റ്റെപ്പേ ഉള്ളൂ. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ. പക്ഷേ നിങ്ങൾ പ്രൊഡക്ട്സ് തിരഞ്ഞെടുക്കുമ്പോൾ അവനവൻ്റെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.